അപ്പൊ മൊണാലിസ ഭോസ്ലെ ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി ഒരു പത്രസമ്മേളനം നടത്തിയതും അവിടെ വെച്ച് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതും ഒക്കെ ഇതിനോടകം പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ഇന്നലെ മൊണാലിസ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത്. എന്താണത്? നമുക്കറിയാം, കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന മൊണാലിസ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ കാര്യം. അവിടെ വെച്ചാണല്ലോ ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെ മൊണാലിസ പരിചയപ്പെടുന്നതും അവർ രണ്ടാളും കേരളത്തിലേക്ക് ഒളിച്ചോടി വരുന്നതും പിന്നീട് അവർ കേരളത്തിലെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നതും ഒക്കെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ ഇപ്പോഴും സ്റ്റിൽ റണ്ണിംഗ് ആണ്. കാരണം ഒന്നാമത് മൊണാലിസയുടെ പ്രായം 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ മൊണാലിസയുടെ ഭർത്താവായിട്ടുള്ള ഫർമാൻ ഖാനും പറയുന്നത് മൊണാലിസയുടെ പ്രായം 18 കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. പക്ഷെ കണക്ക് പ്രകാരം പുള്ളിക്കാരിക്ക് ഇപ്പോഴും 18 ആയിട്ടില്ല. ആയതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഫർമാൻ ഖാൻ ഒരു മുസ്ലിമും മൊണാലിസ ഒരു ഹിന്ദുവുമാണ്. അപ്പൊ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ലവ് ജിഹാദ് ആരോപണവും ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഇന്നലെ മൊണാലിസ പത്രസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയുന്നത്. അതിൽ പുള്ളിക്കാരി പ്രധാനമായും പറയുന്നത് താൻ മുമ്പ് അഭിനയിക്കാൻ പോയ സിനിമയുടെ സെറ്റിൽ വെച്ച് ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള സനോജ് മിശ്ര തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും പുള്ളിക്കാരി ആ പറയുന്ന ഭാഗം ഒന്ന് കേട്ടോക്കാം. मिश्रा कोई अच्छा इंसान नहीं है. मुझे 10 बार ऐसे टच किया सनोज मिश्रा ने, और वहां मैंने मेरी फैमिली वालों को बोला कि मुझे सनोज मिश्रा ने टच किया. मेरी फैमिली ने वहां मेरा साथ नहीं दिया. मुझे पता है कि मुझ पे क्या बीती है क्या नहीं. मेरे साथ अन्याय हुआ है. मुझे सिर्फ और सिर्फ इंसाफ चाहिए. सनोज मिश्रा ने मुझे 2 बार टच किया और वहां मैंने मेरी पूरी फैमिली को बोला नहीं नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് സനോജ് മിശ്ര എന്ന് പറയുന്ന സംവിധായകൻ ഒരുപാട് തവണ തന്റെ ശരീരത്തിൽ കയറി പിടിച്ചെന്നുള്ളതാണ് ഇവിടെ മൊണാലിസ ആരോപിക്കുന്നത്. 10 തവണയെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടാകുമെന്നാണ് മൊണാലിസ പറയുന്നത്. ഇതിൽ 2ാമത്തെ തവണ കയറി പിടിച്ച സമയത്ത് മൊണാലിസ എന്താക്കി തന്റെ കുടുംബത്തോട് ഈ കാര്യം പറയുകയുണ്ടായി. അന്നേരം കുടുംബത്തിന്റെ പ്രതികരണം എന്താണ്? ആദ്യത്തെ സിനിമ അല്ലേ, അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കെന്നായിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് മൊണാലിസ അവസാനം പറഞ്ഞ എന്താണ്? ആദ്യത്തെ സിനിമ ആണെന്ന് വിചാരിച്ച് ഞാൻ റൈപ്പിന് നിന്ന് കൊടുക്കണോ എന്നുള്ള രീതിയിലാണ് ഇവിടെ മൊണാലിസ പറഞ്ഞു വെക്കുന്നത് അല്ലെ. വളരെ വിഷമത്തോടെയും പൊട്ടിക്കരിഞ്ഞുമൊക്കെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന പലർക്കും ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇപ്പൊ മൊണാലിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ വിവാദങ്ങളെല്ലാം കൗണ്ടർ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി തന്നെ അടിച്ചിറക്കിയ ഒരു ആരോപണമാണോ ഇത് എന്ന് പലർക്കും സംശയം തോന്നാൻ ഇടയുണ്ട്. എനിക്കും തുടക്കത്തിൽ ഇത് കേട്ടപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. കാരണം ഒന്നാമത് ഇപ്പൊ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പിന്നെ കേരളത്തിലെ ട്രെൻഡും അതാണല്ലോ. ഏതെങ്കിലും ഒരുത്തൻ എന്നെ പിടിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരിക, എന്നാൽ അത് വെച്ച് മാക്സിമം സോഷ്യൽ മീഡിയയിൽ റീച്ചും ഫെയിം ഉണ്ടാക്കിയെടുക്കുക. ഇതാണല്ലോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല പെണ്ണുങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതും എന്ന് തുടക്കത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാര്യങ്ങളൊന്ന് ഡീപ്പായി പരിശോധിച്ചു നോക്കി. പ്രത്യേകിച്ച് മൊണാലിസ തന്നെ കയറി പിടിച്ചു എന്ന് പറയുന്ന സംവിധായകനായിട്ടുള്ള സനോജ് മിശ്രയുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു നോക്കി. അല്ല, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയണമല്ലോ. അങ്ങനെ പരിശോധിച്ച് നോക്കിയ സമയത്ത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്ക് എന്തായാലും കാര്യങ്ങൾ തുടക്കം തൊട്ട് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. തുടക്കം എന്ന് പറയുമ്പോൾ ഒരു 1.5 വർഷം തൊട്ട് മുമ്പ് തന്നെ തുടങ്ങാം. നമുക്കറിയാം 1.5 വർഷം മുമ്പെയാണ് മൊണാലിസ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൻ വൈറലായി മാറുന്നത്. അതെങ്ങനെയാണ് മാറുന്നത്? കുംഭമേളയിൽ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി തെരുവ് കച്ചവടത്തിന് വന്നതായിരുന്നു പറയുന്ന മൊണാലിസ അല്ലേ. അവിടെ വെച്ച് ഏതോ ഒരുത്തൻ മൊണാലിസയുടെ ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലാവുകയും പിന്നീട് ഒരുപാട് ആളുകൾ മൊണാലിസയെ തേടി കുംഭമേളയിൽ എത്തുകയും ചെയ്തു അല്ലെ. അങ്ങനെയാണ് മൊണാലിസ ആദ്യമായി ഇന്ത്യയിൽ വൈറലാവുന്നത്. അങ്ങനെ വൈറലായതിനു പിന്നാലെ ഇങ്ങനെ കേരളത്തിൽ ബോബി ചെമ്മണ്ണൂര് പുള്ളിക്കാരന്റെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മൊണാലിസയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മൊണാലിസ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ വരികയും പുള്ളിക്കാരന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2025 ജനുവരിയിലാണെന്ന് തോന്നുന്നു ആ ഉദ്ഘാടനം നടന്നത്. ഏകദേശം 1 വർഷത്തിന് മുമ്പേ ആണ്. അത് അറിയാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്കും വൈറലായിരുന്നു ആ സംഭവം. എന്തായാലും അന്ന് മൊണാലിസ കേരളത്തിലേക്ക് ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് മൊണാലിസയുടെ കൂടെ ഈ പറയുന്ന സനോജ് മിശ്ര എന്ന് പറയുന്ന സംവിധായകനും ഉണ്ടായിരുന്നു കേട്ടോ. അയാളുടെ കെയർ ഓഫിലാണ് ആക്ച്വലി മൊണാലിസ കേരളത്തിലേക്ക് എത്തുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു वीडियो क्लिप നമുക്കൊന്ന് കണ്ടോക്കാം. बनी हुई मोनालिसा है और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा हूं, तो मैं इनसे मिलने के लिए प्रयागराज भी गया था और आज इनके गांव आया हुआ हूं महेश्वर और आज इनके फैमिली के साथ ഓക്കെ, ഇത് മൊണാലിസ കുംഭമേളക്ക് പോയപ്പോൾ വൈറലായ സമയത്ത് പുറത്തു വന്നൊരു വീഡിയോ ആണിത്. ഇതിൽ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൊണാലിസയെ സിനിമയിലെടുത്തു, മൊണാലിസയുടെ കുടുംബവുമായി താൻ സംസാരിച്ചു എന്നൊക്കെയാണ്. ഈ വീഡിയോ അന്ന് വൻ വൈറലായിരുന്നു. കാരണം കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ ഒരു പാവം പെൺകുട്ടിക്ക് സിനിമയിൽ അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണല്ലോ. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ തൊട്ടാണ് ഈ പറഞ്ഞ സനോജ് മിശ്ര മൊണാലിസയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് എന്തിനും ഏതിനും മൊണാലിസയുടെ കൂടെ തന്നെ ഈ പറഞ്ഞ സനോജ് മിശ്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തിനു പറയുന്നു? ബോബി ചെമ്മണ്ണൂരിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മൊണാലിസ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പോലും ഇയാൾ മൊണാലിസയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, ഇതൊരു കൊല്ലം മുമ്പേ മൊണാലിസ കേരളത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സനോജ് മിശ്ര തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണിത്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കും അയാൾ എപ്പോഴും ഇവളുടെ കൂടെ തന്നെയുണ്ട്. ഇവൾ എയർപോർട്ടിൽ നടക്കുന്ന സമയത്ത് ഇവളുടെ മാതാപിതാക്കൾ ഇവളുടെ ബാക്കിലാണ് നടക്കുന്നത്, പക്ഷെ മുന്നിൽ നടക്കുന്നത് ഇയാളാണ്, ഒരു ഗാർഡിയൻ എന്ന നിലയിൽ. ഈ ലെവലിലായിരുന്നു ഇയാൾ ഇവളോട് പെരുമാറിയിരുന്നത്. എവിടെ പോയാലും ഞാൻ ഉണ്ടാകും കൂടെ എന്നുള്ള രീതിയിലായിരുന്നു ഇയാൾ ഇവളുടെ കൂടെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, മൊണാലിസയും മൊത്തമുള്ള ഒരുപാട് റീൽ വീഡിയോകൾ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതോടെ ഇയാൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. നാണമില്ലേ ഈ പെണ്ണിനെ ഫെയിം മുതലാക്കി അവള് കൂടെ തന്നെ നടക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ ഇയാളെ വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ വിമർശനങ്ങൾ ഒരുപാട് ആയതോടെ അതിനെതിരെ മൊണാലിസ തന്നെ പ്രതികരിച്ച് അച്ഛനൊപ്പം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം. अभी मैं मध्य प्रदेश में हूँ और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ. आप जैसा सोच रहे वैसा कुछ भी नहीं है. और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है. देखो मेरी बहन है, मेरे बड़े पापा है. ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर. बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं. ऐसे सनोज मिश्रा सर बहुत अच्छा है, मुझे बेटी की तरह मानते हैं. आज तक जैसे लोग न्यूज में झूठी खबरें फैला रहे हैं, ये सब झूठी बातें है. मैंने खुद देखा है, सनोज मिश्रा बहुत इज्जतदार है, बहुत अच्छे है. उनका सौभाग्य बहुत अच्छा है, मुझे अच्छा लगा. ഓക്കെ, നമസ്കാരം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള വ്യക്തിയല്ല സനോജ് മിശ്ര. എനിക്ക് അയാൾ അച്ഛനെ പോലെയാണ്, അയാൾ നല്ല മനുഷ്യനാണ് എന്നൊക്കെയാണ് ഇവിടെ മൊണാലിസയും മൊണാലിസയുടെ അച്ഛനും ഒക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും മൊണാലിസ അന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന സനോജ് മിശ്രയെ ഡൽഹി പോലീസ് അങ്ങ് അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്ന് അറിയോ? പീഡന കേസിൽ. സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്തു, ഒരു പെൺകുട്ടിയെ കൂടെ കയറ്റി താമസിപ്പിച്ചു, അവൾ ഒരുപാട് തവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ അന്ന് വന്ന ആരോപണം എന്ന് പറയുന്നത്. ഇതിന്റെ പേരിലാണ് അന്ന് അയാൾ അറസ്റ്റ് ചെയ്തതും. ഞാൻ അന്ന് വന്നൊരു ന്യൂസ് ആർട്ടിക്കിൾ വായിച്ചു തരാം. സനോജ് മിശ്ര ഹൂ ദ ഡയറക്ടർ അറസ്റ്റഡ് ഇൻ റേപ്പ് കേസ്. കേട്ടല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മലയാളത്തിൽ ഒരു പുള്ളിക്കാരൻ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്, പക്ഷെ നിങ്ങൾ ആ വീഡിയോ ഫുള്ളും കാണണം. അപ്പൊ ഒന്ന് കണ്ടു നോക്കി. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് വൈറലായ ഒരു 16 വയസ്സുകാരി തെരുവിലാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അങ്ങനെ മാല കച്ചവടം ചെയ്യാൻ വേണ്ടി കുംഭമേളയിൽ എത്തുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കി ഒടുക്കം ബോബി ചമ്മണ്ണൂർ തന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ മലയാളികളുടെ ഇടയിൽ ആ പെൺകുട്ടി സുപരിചിതയാകുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളെല്ലാം ആ പെൺകുട്ടി ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടിയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സംവിധായകൻ സിനിമയിലേക്ക് എടുത്തു എന്നുള്ള ഒരു വാർത്ത അറിയുന്നത്. തെരുവിൽ മാല വിറ്റോട് നടക്കുന്ന ഒരു കുടുംബം, ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവിടുത്തെ 16-കാരി ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്ത കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും സന്തോഷമാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ ആളുകളും ആ പെൺകുട്ടിക്ക് ആശംസ അറിയിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ ബോംബെയിലേക്ക് ഈ സനോജ് കുമാർ മിശ്ര കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടിംഗ് സ്കൂളിലും ഒക്കെ ചേർത്ത് ഈ പെൺകുട്ടി പഠിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതായത് ഈ കുടുംബത്തെ മൊത്തമായിട്ട് ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന സംവിധായകൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും അങ്ങനെ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ഈ സംവിധായകൻ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഈ സംവിധായകൻ പീഡന കേസിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നുള്ളതാണ്. പീഡന കേസിൽ ഈ സംവിധായകൻ അറസ്റ്റ് ആയതുകൊണ്ട് മൊണാലിസയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കുഴപ്പമുണ്ട്. അതായത് ഈ പെൺകുട്ടി വൈറലായി, ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്ന് ഈ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാ ആളുകളും ഈ പെൺകുട്ടിയും കുടുംബം രക്ഷപ്പെടണം. അതിനുള്ള ഏക മാർഗ്ഗം ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ച് പോപ്പുലറാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സനോജ് കുമാർ മിശ്രയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ സംവിധായകൻ ഇങ്ങനെ പീഡന കേസിൽ അറസ്റ്റ് ആകുന്നത്. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഭാവി ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു സംവിധായകനെ ഇങ്ങനെ പീഡന കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിനെ തുടർന്ന് ഈ മുന്നോട്ടുള്ള കാര്യത്തിൽ ഈ മൊണാലിസയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സംവിധായകന്റെ ഈ പീഡന കേസിനെ കുറിച്ച് ഡൽഹി പോലീസ് പറയുന്നത് ഇദ്ദേഹം 2020 ഉത്തർപ്രദേശിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. അന്ന് ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം ടിക്ടോക്ക് വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സൗഹൃദത്തിലാകുകയും സിനിമയിൽ അവസരം നൽകാം എന്നുള്ള വാഗ്ദാനം ഈ പെൺകുട്ടിക്ക് നൽകുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉത്തർപ്രദേശിലേക്ക് വിളിപ്പിച്ച് അവിടെ റിസോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 3 തവണ ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന് ഈ പെൺകുട്ടി ആരോപണത്തിൽ പറയുന്നുണ്ട്. 25 ജനുവരിയിൽ ഇവരുടെ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. നൽകാമെന്ന് അദ്ദേഹം ഇങ്ങനെ വാഗ്ദാനങ്ങൾ ധാരാളമായിട്ട് നൽകിയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്ന് പീഡിപ്പിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതുകൂടാതെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ അനവധി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും തന്നെ അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് വിളിപ്പിച്ച് പീഡിപ്പിച്ചത് എന്ന് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് അത് മുൻകൈ എടുത്ത് ചെയ്യിപ്പിച്ചത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ കോടതിയിൽ
കോടതിയിൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി പോലീസ് നീങ്ങിയത്. ഈ സംവിധായകന്റെ 2 സിനിമകൾ നിർമ്മിച്ച ജിതേന്ദ്ര നാരായണ മിശ്ര അതുപോലെ തന്നെ വാസി റസുക്കി എന്ന് പറയുന്ന 2 നിർമ്മാതാക്കൾ അവരവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 2 വീഡിയോകൾ പങ്കുവച്ചിരുന്നു. അത് ഈ മൊണാലിസ ബോസ്ലെയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഈ സംവിധായകൻ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അവർ രണ്ടുപേരും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പറഞ്ഞത്. അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്. ഒരുപാട് പെൺകുട്ടികളെ ഇദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ബോംബെയിൽ എത്തിച്ച് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അതുപോലെ സെറ്റിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തെ ഇദ്ദേഹം കൊണ്ടുവന്ന് വലിയ കെണിയിൽ കൊണ്ടുവന്ന് ചാടിക്കും എന്നുള്ള രീതിയിൽ ഈ 2 നിർമ്മാതാക്കൾ ആരോപണം ഉന്നയിക്കും. അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ സംവിധായകൻ ഇവർക്ക് 2 പേർക്കുമെതിരെ ഡൽഹി പോലീസിലും അതുപോലെ തന്നെ മുംബൈ പോലീസിലും പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ബോബി ചമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ കട ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിൽ എത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതും എല്ലാം ഇദ്ദേഹമാണ്. നമ്മൾ കണ്ടതാണ് വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ കുടുംബത്തെ മൊത്തമായിട്ട് ട്രാപ്പ് ചെയ്ത് ഈ പെൺകുട്ടിയെ ഈ കുടുംബത്തെയും മുംബൈയിൽ എത്തിക്കുകയും അവിടെ ആക്ടിംഗ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഹോട്ടലൊക്കെ എടുത്തിട്ട് ആ പെൺകുട്ടി അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് പെൺകുട്ടിയുമായിട്ട് നേപ്പാൾ സന്ദർശിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു. ഈ പെൺകുട്ടി എവിടെ പോകുന്നുണ്ട്, ഏതൊക്കെ ഉദ്ഘാടനങ്ങളിൽ പോകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സംവിധാനമാണ്. അതായത് പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിക്ക് ഏതൊക്കെ വിധത്തിലുള്ള പ്രസിദ്ധി ഉണ്ടാകുന്നുണ്ട് ആ പ്രസിദ്ധിയുടെ ഒരു അംശം ഇദ്ദേഹം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ ഈ സംവിധായകനെ കേരളത്തിലുള്ള ആളുകളും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളും കൂടുതലായിട്ട് അറിഞ്ഞത് ഈ മൊണാലിസ ബോസ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മുഖാന്തരമാണ്. ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വലിയ ആരോപണം പുറത്തു വന്നത്. ഈ ആരോപണം പുറത്ത് വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിച്ചു. അതായത് എനിക്ക് ആ വീഡിയോ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ചത്. സനോജ് മിശ്രന്റെ അച്ഛനെ പോലെയാണെന്ന് മൊണാലിസ പറയുന്ന ആ വീഡിയോ. എന്തായാലും ഞാനിപ്പോ ഈ പ്ലേ ചെയ്യിപ്പിച്ച 4 മിനിറ്റ് വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ സനോജ് മിശ്ര ആരാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പെൺകുട്ടിക്ക് സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്ത് കൂടെ കയറ്റി താമസിപ്പിക്കുക, അവൾക്ക് പലതവണ മയക്കുമരുന്ന് നൽകി അവളെ പീഡിപ്പിക്കുക, ഇങ്ങനെ പീഡിപ്പിച്ചതും പോരാഞ്ഞിട്ട് 3 തവണ അവൾ അബോർഷൻ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം നടന്നതിന് പിന്നാലെയാണ് ആ പെൺകുട്ടി പോലീസിൽ കൊണ്ടുപോയി പരാതി നൽകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതും. ഇതെല്ലാം നടക്കുന്നത് 2025 ഏപ്രിൽ 1 കേട്ടോ. കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 1 വർഷം ആകാറായി. എന്തായാലും ഇതെല്ലാം നടന്ന് കുറച്ച് മാസങ്ങൾക്ക് ഇപ്പുറമാണ് മൊണാലിസ തന്റെ മുസ്ലിം കാമുകനുമായി കേരളത്തിലേക്ക് ഒളിച്ചോടി വരുന്നതും അവിടെ വെച്ച് അയാളെ കല്യാണം കഴിക്കുന്നതും. എന്തായാലും ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ പരമായ സംശയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മൊണാലിസ ഫർമാൻകാരുമായി കേരളത്തിലേക്ക് ഒളിച്ചോടി വന്നത് എന്നുള്ളതാണ്. കാരണം തൊട്ടുമുമ്പ് പ്ലേ ചെയ്യിപ്പിച്ച വീഡിയോ ക്ലിപ്പിൽ തന്നെ നമ്മൾ കേട്ടു മൊണാലിസയുടെ സകലമാന കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ സനോജ് മിശ്ര ആയിരുന്നു. അവൾക്കൊന്ന് നിൽക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും ഒന്ന് തൂറണമെങ്കിലും വരെ ഇയാളുടെ സമ്മതം വേണം. ആ ലെവലിലായിരുന്നു ഇയാൾ മൊണാലിസയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഇയാൾ പലതവണ മൊണാലിസയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചില്ലെന്ന് ആര് കണ്ടു? കാരണം ഇയാളുടെ പാസിസ്റ്റർ എന്ന് പറയുന്ന അത്രയും വെടുപ്പാണല്ലോ. ഇനിയിപ്പോ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് തന്നെ വെക്കട്ടെ, അത് സ്വന്തം കുടുംബത്തിൽ മൊണാലിസ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? ആദ്യത്തെ സിനിമയല്ല, അത് കഴിഞ്ഞത് വരെ അവിടെ കടിച്ചു പിടിച്ചു നിന്നോ എന്നുള്ളതാണ് അല്ലെ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കടന്നു പോവുകയായിരുന്നു ഈ പറയുന്ന മൊണാലിസ. അതിനിടയിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ സെറ്റിൽ വെച്ച് ഫർമാൻ ഖാൻ ഈ പറയുന്ന മൊണാലിസ പരിചയപ്പെടുന്നതും മൊണാലിസ അയാൾ അങ്ങോട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നതും പിന്നീട് ഇവർ രണ്ടാളും കൂടി കേരളത്തിലേക്ക് ഒളിച്ചോടുന്നതും. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇവിടെ മൊണാലിസയെ പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെ. കാരണം ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ ഒരു പിടിവള്ളി കിട്ടുമ്പോൾ ആരാരും ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഇവിടെ മൊണാലിസ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ മൊണാലിസയ്ക്ക് വിരയായി മാറിയത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരുടെ പ്രായവും പിന്നെ പുള്ളിക്കാർ പ്രണയിച്ച് ഒളിച്ചോടിയത് ഒരു മുസ്ലിം യുവാവുമായിട്ടാണ് എന്നുള്ളതുമാണ്. ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മൊണാലിസയ്ക്ക് മാസീവ് സപ്പോർട്ട് തന്നെ കിട്ടിയേനെ. പിന്നെ നോർത്ത് ഇന്ത്യൻസിന് അറിയാലോ, ഒരു ഹിന്ദു യുവതി മുസ്ലിം യുവാവുമായിട്ട് ഒളിച്ചോടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ ലവ് ജിഹാദ് ആരോപണവുമായി ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടുത്തെ ടീംസ്. അങ്ങനെയുള്ള ആൾക്കാർക്കിടയിൽ എത്ര ന്യായം തന്റെ ഭാഗത്തുണ്ടെങ്കിലും ഒരു കാരണവശാലും ഈ പറഞ്ഞ മൊണാലിസയ്ക്ക് സപ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഈ മൊണാലിസ ഒളിച്ചോടിയ സമയത്ത് സനോജ് മിശ്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. और एक फिल्म भी मैंने बनाई द डायरी ऑफ मणिपुर, जो कि अब लगभग कंप्लीट हो चुकी है. अप्रैल महीने में फिल्म रिलीज होने वाली थी. फिल्म लव जिहाद पर आधारित थी, ये पूरी देश दुनिया को बता चुका हूँ. और इसी बीच അതാണ് ഞാൻ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. അതിലെ നായികയായിരുന്നു ഈ പറയുന്ന മൊണാലിസ. അത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ ഏകദേശം പൂർത്തിയാക്കാറുണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊരു സോങ് മാത്രമേ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് മൊണാലിസ ഒരു മുസ്ലിം യുവാവുമായിട്ട് ഒളിച്ചോടുന്നത് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് ഒരു പബ്ലിക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ അന്ന് ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുത്തത് എന്നുള്ളതാണ്. കാരണം ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള സിനിമ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരള സ്റ്റോർക്ക് കിട്ടിയ പോലുള്ള സപ്പോർട്ട് ഇയാൾക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ആ സാധ്യത മുന്നിൽ ായിരിക്കണം ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്തായാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഇപ്പോഴും ആ സിനിമ റിലീസ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവർ ആകെ പുറത്തുവിട്ട സംഗതി എന്ന് പറയുന്നത് 2 മാസം മുമ്പ് ഈ സിനിമയുടെ ഒരു പോസ്റ്റർ ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് സൈഡിൽ കൊടുക്കാം. അത് മാത്രമേ ഇവർ പുറത്തുവിട്ടിട്ടുള്ളൂ. അല്ലാതെ ഈ സിനിമയുടെ ട്രെയിലറോ സോങ്ങോ ഒന്നും തന്നെ ഇവർ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഒരു ഉടായ്പാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സിനിമ റിലീസ് ആകാത്തത് കൊണ്ട് തന്നെ
ഇത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള സിനിമ ആയിരുന്നു എന്നൊക്കെ ഇയാൾക്ക് വേണമെങ്കിൽ തട്ടിവിടാം. കാരണം ആൾക്കാർക്ക് അത് പരിശോധിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും എല്ലാം കൂടി നോക്കുന്ന സമയത്ത് ഇയാൾ വൻ ഉടായ്പാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ അടുത്ത് വന്ന് പെടുന്ന പെൺകുട്ടികളെല്ലാം ഇയാൾ മാക്സിമം ട്രാപ്പിലാക്കാൻ നോക്കുന്നുമുണ്ട്. അതിൽപ്പെട്ടൊരു പെൺകുട്ടിയും കൂടെ ആയിരുന്നു ഈ പറഞ്ഞ മൊണാലിസ. അവസാനം ഇയാളിൽ എല്ലാം കൊണ്ട് ലോക്കായി നിൽക്കുന്ന സമയത്ത് മൊണാലിസക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ അവളങ്ങ് ഓടി രക്ഷപ്പെട്ടു. അതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.